ജയിലിൻ്റെ ഉള്ളിൽ മദനീനെ കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് മദനീനെ. അപ്പോൾ ഈ ഭയങ്കരമായ മനുഷ്യ സ്നേഹവും വിശ്വാസവും പ്രതീക്ഷയൊക്കെ ഉള്ള ഒരാളുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളുടെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചുണ്ടാവും. ആ തെളിച്ചത്തോടൊരു മനുഷ്യൻ, ആ മനുഷ്യനെയാണ് ഞാൻ അന്ന് കാണുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നു, മദനയോട് ചോദിക്കുന്നു എന്തുണ്ട്, എങ്ങനെയാണ്. അദ്ദേഹം വളരെ പ്ലസൻ്റായി അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് സംസാരിക്കുന്നത് പോലെ. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വായിക്കാൻ പറ്റുന്നില്ല, പക്ഷേ കുട്ടികൾ വായിച്ചു തരും എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ കെ പി ശശി ഇങ്ങനെ ചോദിക്കുകയാണ്, ഉസ്താദിന് ഞങ്ങൾ എന്താ ചെയ്തു തരണ്ടേ. വളരെ കൺസേൺഡായിരുന്നു ശശിയേട്ടൻ ഈ മദനിയുടെ ആരോഗ്യ കാര്യത്തിലൊക്കെ. അപ്പോൾ അദ്ദേഹം വളരെ സാവധാനത്തിൽ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു തുടങ്ങി, 18ാമത്തെ വയസ്സിൽ, ഒരു 18ാമത്തെ വയസ്സ് തികഞ്ഞ് കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ഇതേ കേസിൽ ഒരു പയ്യനെ പരപ്പനങ്ങാടിയിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ എന്നെക്കുറിച്ച് സംസാരിക്കാനും എന്നെക്കുറിച്ച് പറയാനും എന്നെ വന്ന് കാണാനും ഒക്കെ ആൾക്കാരുണ്ട്. ഒന്നുമില്ലെങ്കിൽ എനിക്കൊരു പാർട്ടിയുണ്ട്. പക്ഷേ ഈ കുട്ടീനെക്കുറിച്ച് ആരാണ് പറയുക? ഈ കുട്ടീനെക്കുറിച്ച് എങ്ങനെയാണ് ലോകത്തെ അറിയിക്കുക? അപ്പോൾ സാധാരണയായി മദനിയുടെ വീൽ ചെയർ ഉന്തി നടക്കാൻ സന്നദ്ധനായ ഒരു ചെറുപ്പക്കാരനാണ് സക്രിയ. അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വന്നതുതൊട്ട് മദനി ഈ കുട്ടിയോട്, പൊതുവെ അന്തർമുഖനായിട്ടുള്ള ഈ കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പല പ്രാവശ്യം സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. മൈഗ്രെയിനൊക്കെ വന്ന് ജയിലിൻ്റെ സ്വന്തം ജയിലിൻ്റെ റൂമിലൊക്കെ ഇരിക്കുകയായിരുന്ന സക്കരിയെ ഒരാൾ പോയി കൂട്ടിക്കൊണ്ടുവന്നു. ഞാനൊരു 5 മിനിറ്റ് എനിക്കും സക്കരിയയ്ക്കും കൂടെ സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. 5 മിനിറ്റ് ഞാനും സക്കരിയയും വെറുതെ ഇരുന്നു, മുഖത്തോട് മുഖം നോക്കിയിട്ട്. മുഖത്തേക്ക് പോലും നോക്കാത്ത ഒരു കുട്ടിത്തം മാറാത്ത. 18 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭരണഘടനയിലാണല്ലോ നമ്മൾ മുതിർന്ന പൗരന്മാരൊക്കെ ആയി മാറുന്നത്. 18 വയസ്സ് നിങ്ങളുടെ വീട്ടിലുള്ള മക്കളും ഒക്കെ നമുക്ക് കുട്ടികളാണല്ലോ എപ്പോഴും. അവൻ ഈ 5 മിനിറ്റിന് ശേഷം എന്നോട് പറഞ്ഞൊരു മുറിഞ്ഞ വാക്ക് എൻ്റെ ഉമ്മ എന്നായിരുന്നു. എനിക്ക് മനസ്സിലായില്ല, എൻ്റെ ഉമ്മയെ പോയി കാണണം എന്നാണോ പറയുന്നത്, എൻ്റെ ഉമ്മയെ എനിക്ക് കാണണം എന്നാണോ പറയുന്നത്. ഇതെനിക്ക് ക്ലിയർ ചെയ്യാൻ അങ്ങോട്ട് പോയി ചോദിക്കാനൊന്നും എനിക്ക് തോന്നിയുമില്ല. അങ്ങനെ ആ മുറിഞ്ഞ വാക്ക് വെച്ചിട്ടാണ് ഞാൻ പരപ്പനങ്ങാടിയിലേക്ക് വരുന്നത് 2011. എൻ്റെ കൂടെ അന്ന് സോൾഡാറ്റി മീഡിയ സെക്രട്ടറി ആയിരുന്ന CM ഷെരീഫ് ഉണ്ടായിരുന്നു. സോൾഡാറ്റീൻ്റെ ഒരു പുറകിലും പ്രശ്നം എഴുതിയൊരു വണ്ടിയിലാണ് ഞങ്ങളിങ്ങോട്ട് വരുന്നത്. ഇന്നത്തെ കാലം പോലെ ഈ ഗൂഗിൾ മാപ്പ് ഇത്തരം കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും വികസിക്കാത്തൊരു കാലമായിട്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പലയിടത്തും ഇവിടെയൊക്കെ നിർത്തിയിട്ട് ചെട്ടിപ്പടിയിലേക്കുള്ള സക്കരിയയുടെ വീട്ടിലേക്കുള്ള വഴി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മുടെ ഡ്രൈവിൽ, എനിക്ക് തോന്നുന്നു സോൾഡാറ്റിൽ തന്നെ ഉണ്ടായിരുന്ന സാഹിൽ എന്ന് പറയുന്നൊരു കുഞ്ഞാണ് അന്ന് വണ്ടി ഓടിച്ചത്. അപ്പോൾ അവൻ ഓരോ പ്രാവശ്യവും എവിടെയെങ്കിലും നിർത്തി ചോദിച്ചിട്ട് വരുമ്പോൾ അവൻ്റെ മുഖം ഭയങ്കര മ്ലാനമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ കടയിൽ നിന്നും അവിടെ നിന്നൊക്കെ എത്തി നോക്കുന്നത് നമുക്ക് കാണാം. ഞങ്ങളിങ്ങനെ ചെട്ടിപ്പടിയിലേക്ക് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിൻ്റെ സൈഡിൽ നിന്നൊക്കെ അപ്പുറത്തപ്പുറത്തൊക്കെയുള്ള വീട്ടിൽ നിന്ന് ജനലിലൂടെ ആൾക്കാരിങ്ങനെ നോക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഭീതി ഞാൻ അനുഭവിച്ച ഒരു സമയം. അതിനുശേഷം ഒരു സ്റ്റോറി ചെയ്തപ്പോഴും എനിക്ക് ഇത്രയും പേടി ഉണ്ടായിട്ടില്ല. ഭയം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അനുഭവിക്കാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടും നമ്മളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരു നാടിനെ മുഴുവൻ, നിങ്ങൾക്ക് ചോദിച്ചാലറിയാം, ഈ സക്കരിയുടെ അറസ്റ്റിന് ശേഷം സക്കരിയുടെ എത്ര സുഹൃത്തുക്കൾ ഒളിച്ചിരുന്നിട്ടുണ്ട് ദിവസങ്ങളോളം എന്ന് നിങ്ങൾക്ക് ചോദിച്ചാലറിയാം. അത്രയും ഭീതിപ്പെടുത്തിയ ഒരു സംഭവത്തിലേക്കാണ് ഞാൻ കടന്നു വെക്കുന്നുണ്ടായിരുന്നത്.
ഇന്ന് ഞാൻ സക്കരിയുടെ ഉമ്മേനെ കണ്ടിട്ടാണ് വരുന്നത്. സക്കരിയുടെ ചേച്ചിയെ കണ്ടിട്ടാണ് വരുന്നത്. സമീർ ഇവിടെയുണ്ട്, ഷുഹൈബ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്കൊന്ന് 2011 ഈ രണ്ട് സഹോദരങ്ങളെ, ഷമീറിനെയും ഷുഹൈബിനെയും നമ്മൾ കാണുമ്പോൾ ഈ സക്കരിയുടെ അവസ്ഥ തന്നെയായിരുന്നു. അവരുടെ അനുജൻ അല്ലെങ്കിൽ അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നവർക്കറിയാം. പക്ഷേ അവരുടെ കൂടെ അവരെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരെടുത്ത് പോലും പറയാൻ പറ്റാത്ത തരത്തിൽ മുഖമുയർത്തി, തലയുയർത്തി, ഞങ്ങളുടെ അനുജൻ ഇന്ന ഒരു പ്രശ്നത്തിലാണ്, ഞങ്ങളുടെ കുടുംബം ഇന്ന ഒരു പ്രശ്നത്തിലാണ് എന്ന് പറയാൻ വിശ്വാസമില്ലാത്ത, ആത്മവിശ്വാസമില്ലാത്ത, ഇനി അഥവാ പോലീസ് ഇനിയിപ്പോൾ രാത്രി ഞങ്ങൾ ഉറക്കത്തിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്ന് അവനവനെ തന്നെ അവനവനെ തന്നെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനും ഒരു രാഷ്ട്രീയ അവസ്ഥയുമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിനുശേഷം 17 വർഷം കഴിയുമ്പോൾ എനിക്കിവിടെ വരുന്ന നിൽക്കുമ്പോൾ സന്തോഷമുണ്ട്. കാരണം ഉമ്മ, സക്കരിയുടെ ഉമ്മ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ, പുറത്ത് പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ, അല്ലെങ്കിൽ ഷുഹൈബും ഷമീറും ഇത് പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ കേരളത്തിൽ ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല.